വെൽക്കം. തഹമനാണ്. സ്കെൽറ്റൽ മസിൽ എങ്ങനെ കൺട്രാക്ട് ചെയ്യും. സോ ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാം. സ്കെൽറ്റൽ മസിൽ കൺട്രാക്ഷൻ. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ എഴുതണം, ആ രീതിയിൽ പറയണം എന്ന് എന്നോട് ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനിതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടായിരിക്കും പറയാം. സോ എഴുതാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും പോയിന്റ്, ആ പോയിന്റ് വെച്ചിട്ട് അത് മാത്രം എഴുതും. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടു. അതിൽ നമ്മൾ പറഞ്ഞത് സ്കെൽറ്റൽ മസിലിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. മസിൽസ് ഓർ മസിൽ ഫൈബർ, മസിൽ സെല്ലിനെ നമ്മൾ മസിൽ ഫൈബർ എന്ന് വിളിക്കും. സോ അതിനകത്ത് ഇപ്പോൾ മസിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ വരച്ചത്, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനകത്തുള്ളത് സംഭവം എന്ന് വെച്ചാൽ മയോഫൈബ്രിൽസ് ആണ് അല്ലെ. മയോഫൈബ്രിൽസ് ആണ് കൺട്രാക്ടൈൽ പ്രോട്ടീൻ ഭാഗം എന്ന് നമ്മൾ പറഞ്ഞു. സോ ഒരു കൺട്രാക്ടൈൽ യൂണിറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൺട്രാക്ടൈൽ യൂണിറ്റ് എന്ന് പറയുന്നത് സാർക്കോമിയേഴ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സാർക്കോമിയേഴ്സ്. ഇനി സാർക്കോമിയേഴ്സിന്റെ സ്ട്രക്ചറിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഒന്ന് കൺട്രാക്ടൈൽ പ്രോട്ടീൻ ആണ്. കൺട്രാക്ടൈൽ പ്രോട്ടീൻ നമ്മൾ പറഞ്ഞത് ഒന്ന് നടുവിലുള്ള ഇങ്ങനെയുള്ള തിക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിൻ ആണ്. സോ ഇത് മയോസിൻ ആണ്. ദെൻ നമ്മൾ വരച്ചത് തിൻ ഫിലമെന്റ് ആക്റ്റിൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ വരച്ചത്. കളറും ഏകദേശം ഇത് തന്നെയാണ് എന്ന് എന്റെ വിചാരം. ഓക്കെ. ഇങ്ങനെ ആക്റ്റിൻ വരച്ചു, മയോസിൻ വരച്ചു. സോ ഇതാണ് മയോസിൻ തിക് ഫിലമെന്റ്, ഇത് തിൻ ഫിലമെന്റ് ആക്റ്റിൻ. ഇനി നമ്മൾ പറഞ്ഞത് ഇതിന് രണ്ട് പ്രോട്ടീൻ കൂടിയുണ്ട്. റെഗുലേറ്ററി പ്രോട്ടീൻ ട്രോപ്പോമയോസിനും ഉണ്ട്, ട്രോപ്പോണിനും ഉണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ. സോ ഈ ഭാഗം, ഈ മയോസിനുള്ള ഭാഗമാണ് എ സോൺ എന്ന് നമ്മൾ പറയാം. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഐ സോൺ ആണ് നമ്മൾ പറഞ്ഞു. ഇതും അപ്പൊ ഐ സോൺ ആണ്. ഇത് സെഡ് ഡിസ്ക് ആണ്, ഇത് സെഡ് ഡിസ്ക് ആണ്. സോ രണ്ട് സെഡ് ഡിസ്കിനിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സാർക്കോമിയേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് ഇത്രയും ഭാഗം, ഈ സ്പേസിനെയാണ് നമ്മൾ എച്ച് സോൺ എന്ന് പറയാം. സോ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഈ സംഭവം ഇത് ഇങ്ങോട്ട് നീങ്ങി എച്ച് സോണിലേക്ക് കൂടുതൽ വരിക. ഇത് ഇങ്ങോട്ട് നീങ്ങുക, ഇത് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ മയോസിന്റെയും ആക്റ്റിനും തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം. സോ ഇതാണ് ഇതിനെ പിടിച്ച് തള്ളി ഇങ്ങോട്ട് നീക്കേണ്ടത്. സോ രണ്ട് മസിലിന്റെയും നീളത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ മസിൽ ചുരുങ്ങുകയാണ് ചെയ്യുക. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് എനി ഓഫ് ദ മസിൽ. ഒരു മസിലിന്റെയും അല്ലെങ്കിൽ ഫൈബറിന്റെയും നീളത്തിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ ഈ ഗ്യാപ്പ് അങ്ങോട്ടേക്ക് അടയുമ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ടേക്കും വരും, ഇത് ഇങ്ങോട്ടേക്കും വരുമ്പോൾ മൊത്തം നീളം കുറയാണ്. സോ ഇത് ഇവിടെ വന്ന് നിൽക്കും. സോ അതിനാണ് നമ്മൾ മസിൽ കൺട്രാക്ഷൻ എന്ന് പറയാം. ആൻഡ് ഇങ്ങനെ ഇത് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ പറയുക, ആ മെക്കാനിസം പറയുക സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി അല്ലെങ്കിൽ മെക്കാനിസം. സോ തിയറി ആയിട്ട് കൊണ്ടുവന്നത് ഹക്സ്ലി ആണ്. ഇതിന് നമുക്ക് വേറെ പേരുണ്ട്, ക്രോസ് ബ്രിഡ്ജ് തിയറി എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറെ പേര് റാക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടെന്നീസ് റാക്കറ്റ് തന്നെയാണ് റാക്കറ്റ് തിയറി. ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാക്കറ്റ് അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ റാക്കറ്റ് തിയറി എന്ന് പറയാം. സോ ഇങ്ങനെ ആക്റ്റിനും മയോസിനും തമ്മിൽ സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഈ സ്ലൈഡ് ചെയ്യാനായിട്ട് ചില തടസ്സങ്ങളുണ്ട് അല്ലെ. കാമുകനും ഒന്നിക്കാൻ കുടുംബം തടസ്സമാണെന്ന് പറയുന്നത് പോലെ ആക്റ്റിനും മയോസിനും ഒന്നിക്കാൻ ആക്റ്റിന്റെ പുറത്ത് കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ആക്റ്റിന്റെ പുറത്തുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു? അയാളുടെ പേരാണ് റെഗുലേറ്ററി പ്രോട്ടീൻസ്. എന്തൊക്കെയായിരുന്നു ഇരുന്നത് നമ്മൾ പറഞ്ഞത്? ട്രോപ്പോമയോസിൻ ഉണ്ട്, അതിന്റെ പുറത്ത് ട്രോപ്പോണിൻ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഈ തടസ്സം മാറ്റാൻ ആര് വരണം? തടസ്സം മാറ്റാൻ മിസ്റ്റർ കാൽഷ്യം ഇവിടെ എത്തണം. കാൽഷ്യം ഇവിടെ എത്തിയാൽ ട്രോപ്പോണിനെ പിടിച്ചൊന്ന് അനക്കുന്നു, ട്രോപ്പോമയോസിൻ അവിടെ നിന്ന് വിട്ടുപോകുന്നു. സോ കാൽഷ്യം വരണം. സോ അപ്പൊ മസിൽ കൺട്രാക്ഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറയേണ്ടത് എന്ന് വെച്ചാൽ, ഒന്ന് കാൽഷ്യം വരുന്ന വഴി പറയാം. ഈ കാൽഷ്യം കൺട്രാക്ഷനിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് പറയണം. സോ ഇത് നമ്മൾ പറയാനായിട്ട് നമുക്ക് എക്സൈറ്റേഷൻ, കൺട്രാക്ഷൻ, കപ്ലിംഗ് എന്നുള്ള ഹെഡിങ്ങിലായിരിക്കും നമ്മൾ അത് പറയാം. രണ്ടാമത്തത് ഈ ആക്റ്റിൻ എങ്ങനെ മയോസിന്റെ പുറത്തുകൂടി സ്ലൈഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ സ്റ്റെപ്സ്. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയെ കുറിച്ച് പറയണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റാച്ച്മെന്റ് സ്റ്റേജ് പറയണം. ഇത് സൈക്കിളാണ്, അതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും പറയാം. ഡിറ്റാച്ച്മെന്റ് സ്റ്റേജ്. ദെൻ രണ്ടാമത്തത് ATP ഹൈഡ്രോളിസിസ് ഓർ അത് നമുക്ക് എനർജൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയാം. മൂന്നാമത്തത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ പറയാം. നാലാമത്തെ സ്റ്റെപ്പ് പവർ സ്ട്രോക്ക് പറയണം. അഞ്ചാമത്തെ വീണ്ടും ഇത് തന്നെയാണ്, ATP ഹൈഡ്രോളിസിസ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് സ്റ്റേജിലേക്ക് വരും. സോ നമുക്ക് ഇത് പറയണം, ഇത് 1 2 3 4 5 ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഞാൻ മിക്കവാറും 10 പോയിന്റ്സ് ആയിട്ടായിരിക്കും പറയാം. 10 പോയിന്റ്. ഓരോ പോയിന്റ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് നമുക്ക് എഴുതാം എന്ന് പറയുമ്പോൾ ആ പറയുന്ന ഭാഗങ്ങൾ മാത്രം എഴുതിയെടുത്തു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് അത് 10 പോയിന്റ് കൃത്യം, ഹെഡിങ് വിത്ത് ഹെഡിങ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. ഫസ്റ്റ് പോയിന്റിൽ ആദ്യം നമുക്ക് ഈ മസിൽ എക്സൈറ്റ് ചെയ്യണം അല്ലെ. മസിൽ അപ്പം ആദ്യം ഒന്ന് വരയ്ക്കാം. മസിൽ നമ്മൾ ഇങ്ങനെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് നമ്മൾ മസിൽ തൽക്കാലം ഇത്ര നീളം മതി. ഓക്കെ, മസിലായി. ഈ മസിൽ എക്സൈറ്റേഷൻ നടക്കണമെങ്കിൽ മസിലിന് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരണം. അപ്പോൾ ഒരു നെർവ് ഇങ്ങോട്ടേക്ക് വരണം. നെർവ് വന്നിട്ട്
നെർവ്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരണം. സോ ഇത് എവിടെ നിന്ന് വരും? ഇത് സ്പൈനൽ കോഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ബ്രെയിൻ ഭാഗത്തു നിന്നായിരിക്കും. ഇപ്പൊ ഞാൻ എഴുതുന്നതൊക്കെ ബ്രെയിൻ പറഞ്ഞിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നുകൊണ്ടിരിക്കുന്നു. ആക്ഷൻ പൊട്ടൻഷ്യലി വരുന്ന ന്യൂറോണിന്റെ പേര് ആൽഫ മോട്ടോർ ന്യൂറോൺ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, നമ്മൾക്കത് വേണ്ട. സോ ഇത് സ്കെൽറ്റൽ മസിലിന്റെ സാർക്കോലെമ്മ എന്നാണ് ഇതിനെ പറയാ. മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ പറയാ. മെംബ്രെയിനിലെത്തണം. അപ്പൊ ഇത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആയി. സോ ദിസ് കോൾഡ് എ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ മസിൽ ഉണ്ടാക്കണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യണം. ആരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ? അയാളുടെ പേര് അസറ്റൈൽ കൊളീൻ ആണ്. സോ അസറ്റൈൽ കൊളീൻ ഇവിടെ റിലീസ് ചെയ്തു. സോ ഫസ്റ്റ് പോയിന്റ് എഴുതിയോ, ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ ഫ്രം എവിടുന്നാണ്? സ്പൈനൽ കോഡ് റീച്ചസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആൻഡ് റിലീസ് ചെയ്യുന്നു. ആരെയാണ് റിലീസ് ചെയ്യുന്നത്? അസറ്റൈൽ കൊളീൻ. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഫ്രം സ്പൈനൽ കോഡ് റീച്ചസ് ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആൻഡ് റിലീസസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളീൻ. ഇനി രണ്ടാമത്തെ സംഭവം എന്തായിരിക്കും? ഈ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ അവയുടെ റിസപ്റ്ററിൽ പിടിക്കുക. അതിനെ നമ്മൾ നിക്കോട്ടിനിക് റിസപ്റ്റർ എന്നാണ് നമ്മൾ പറയുക. അത് നമുക്ക് അടുത്ത വർഷമൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് ഇയറിൽ ഇതൊന്നും പഠിക്കാൻ സാധ്യതയില്ല, എങ്കിലും അതൊരു സോഡിയം കണ്ടക്ടിങ് ചാനലാണ്. സോ ഇത് ബൈൻഡ് ചെയ്യുമ്പോൾ അസറ്റൈൽ കൊളീൻ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോഡിയം അകത്തേക്ക് കയറും. സോഡിയം അകത്തേക്ക് കയറുമ്പോൾ സോഡിയം ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ആകും. ഇൻട്രാസെല്ലുലാർ ബിക്കം മോർ പോസിറ്റീവ് ആകും. ഇതിനെയാണ് ശരിക്കും ഡീപോളറൈസേഷൻ എന്ന് പറയുക. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡീപോളറൈസേഷൻ നടന്നിട്ടില്ല, കുറച്ച് പോസിറ്റീവ് ചാർജ് ആകുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എഴുതാം. സെക്കൻഡ് പോയിന്റ്, നിക്കോട്ടിനിക് റിസപ്റ്റർ ഓപ്പൺ. സോഡിയം എൻറ്റേഴ്സ് അകത്തേക്ക്, സെല്ലിനകത്തേക്ക്, മസിൽസിനകത്തേക്ക് സോഡിയം കയറുന്നു. ആൻഡ് ദിസ് കോസസ്, സോഡിയം കോസസ് ഡീപോളറൈസേഷൻ എന്ന് എഴുതാം തൽക്കാലം. ഡീപോളറൈസേഷൻ. അപ്പൊ ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുക. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞതിന് മുമ്പ് എന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഒരു പ്രത്യേക വോൾട്ടേജ് എത്തുന്നു. സോഡിയം അകത്ത് കയറുമ്പോൾ വോൾട്ടേജ് കൂടും. ഒരു പ്രത്യേക വോൾട്ടേജ് എത്തുമ്പോൾ, ഇപ്പൊ നമുക്ക് ഇവിടെ വലുതായിട്ട് വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക വോൾട്ടേജ് എത്തുമ്പോൾ അതിന് നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയാം. ഇവിടെ ഈ ടി ട്യൂബുകളിനകത്ത്, അതുകൊണ്ടാണ് ഈ ടി ട്യൂബിൾ കൊടുക്കുക. ബാക്കി എല്ലായിടത്തും അല്ല. ഈ ടി ട്യൂബുകളുടെ ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ടി ട്യൂബുകൾ, അവിടെ മാത്രം. സോ അവിടെയുള്ള വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ, ഈ ചാനലിന്റെ പേര് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ എന്നാണ്. ചില ആൾക്കാർ അതിനെ ഡൈഹൈഡ്രോ പിരിഡിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും എൽ ടൈപ്പ് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനലാണ്. ഒരു പ്രത്യേക വോൾട്ടേജ് എത്തുമ്പോൾ തുറക്കുന്ന കാൽഷ്യം ചാനലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിൽ നിന്ന് കാൽഷ്യം അകത്തേക്ക് കയറും. സോ കാൽഷ്യം ഈസ് നൗ ഇൻ. കുറച്ച് കാൽഷ്യം കയറിയിട്ടുള്ളൂ, ഒരുപാട് കാൽഷ്യം ഒന്നും കയറിയിട്ടില്ല. അതിന് നമുക്ക് കാൽഷ്യം പാർക്ക് എന്നാണ് പറയാം. സോ അപ്പൊ മൂന്നാമത്തെ പോയിന്റ് നമ്പർ 3 നമുക്ക് എഴുതാനുള്ളത് വളരെ കുറഞ്ഞ വാക്കാണ്. അറ്റ് ത്രെഷോൾഡ് വോൾട്ടേജിൽ വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ VGCC എന്ന് എഴുതിയാൽ മതി. ഓപ്പൺസ് തുറക്കുന്നു. കാൽഷ്യം എൻറ്റേഴ്സ്, അത് നമുക്ക് പേര് അറിയാമെങ്കിൽ കാൽഷ്യം സ്പാർക്ക് എന്ന് എഴുതാം. ഓക്കെ. സോ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയാൻ പോവുക. സോ ഇവിടെ ഈ ടി ട്യൂബിന്റെ അടുത്ത് തന്നെ നമ്മൾ വേറൊരു സംഭവം നമ്മൾ കണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. സോ അത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ള, സോ ഇവിടെ തന്നെ ഞാൻ വരയ്ക്കുക, ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുകയാണ്, അത്രയും വലുതല്ല, ഭാഗമായിട്ടുള്ള ഒരു ടെർമിനൽ സിസ്റ്റേർണെ എന്ന് പറയുന്ന ഭാഗമുണ്ട്. സോ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലർ ഒരു മെഷ് വർക്കാണ്. സോ ഇതിങ്ങനെ അടഞ്ഞിരിക്കാന്ന് വരയ്ക്കുക, വലിയൊരു സംഭവമാണ്. സോ ഇവിടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്താ ഉള്ള? കാൽഷ്യം ഉണ്ട് നമുക്ക്. സോ ഇതിന്റെ ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്റർ പേര് റയനോഡിൻ ടൈപ്പ് 1 എന്നാണ്. റയനോഡിൻ ടൈപ്പ് 1 ഓർത്തില്ലെങ്കിലും റയനോഡിൻ എന്നെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ റയനോഡിൻ റിസപ്റ്ററിൽ ആര് വന്ന് മുട്ടും? ഇവിടെ അതാണ് കാൽഷ്യം ചാനൽ ഇവിടെ വെച്ചിരിക്കുന്നത്. കാൽഷ്യം ചാനൽ ഇവിടെ വരികയാണെങ്കിൽ കാൽഷ്യം ഇവിടെ വന്ന് ഒട്ടിച്ചേരും. റയനോഡിൻ ചാനലിൽ കാൽഷ്യം വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഈ ചാനൽ തുറക്കുകയാണ്. സോ ഇറ്റ്സ് ആൻ ഓപ്പണിംഗ്. കാൽഷ്യം ചാനലാണ്, അത് തുറക്കും. സോ അതിനെ കാൽഷ്യം വന്നിട്ട് കാൽഷ്യം ചാനൽ തുറക്കുകയാണ്. സോ കാൽഷ്യം ഇൻഡ്യൂസ്ഡ് കാൽഷ്യം റിലീസ് എന്നാണ് പറയുക. കിക്കർ, CICR കിക്കർ. ഇങ്ങനെയല്ല സ്കെൽറ്റൽ മസിൽ നടക്കുന്നത് എന്നും ഒരു ചില തിയറീസ് ഒക്കെ ഉണ്ട്. തൽക്കാലം നമുക്കിത് എടുക്കാം. സോ കാൽഷ്യം ഇൻഡ്യൂസ് കാൽഷ്യം റിലീസ് നടക്കുന്നു. സോ നമുക്ക് അപ്പൊ നാലാമത്തെ പോയിന്റ് ആണ് എഴുതേണ്ടത്. നാലാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്. കാൽഷ്യം ബൈൻഡ്സ് വിത്ത് ആരായിരുന്നു? റയനോഡിൻ റിസപ്റ്റർ. റയനോഡിൻ റിസപ്റ്റർ ബൈൻഡ് ചെയ്യുന്നു. ഇൻട്രാസെല്ലുലാർ റയനോഡിൻ റിസപ്റ്റർ എന്ന് എഴുതുക, പുറത്തല്ല, അകത്തുള്ളതാണ്. ഇൻട്രാസെല്ലുലാർ റയനോഡിൻ റിസപ്റ്റർ. ആൻഡ് എന്ത് സംഭവിക്കുന്നു? കോസ് റിലീസ് ഓഫ് കാൽഷ്യം. എവിടെ നിന്ന്? ഫ്രം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. സോ ഇപ്പൊ എന്തായി സംഭവിച്ച? ഇത് കാൽഷ്യം. സെൽസിനകത്ത് ഇവിടെ കാൽഷ്യം, ഈ ഏരിയയിൽ കാൽഷ്യം. ഇവിടെ ആണെങ്കിൽ നമ്മുടെ മസിൽ കൺട്രാക്ട് ചെയ്യാനുള്ള മസിൽ ഇവിടെ കിടക്കാണ്. സോ അവിടെ എല്ലാം കാൽഷ്യം എത്തി. സോ ദിസ് ഈസ് കാൽഷ്യം റിലീസ് ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് കൺട്രാക്ഷൻ, കാൽഷ്യം കൺട്രാക്ഷൻ കപ്ലിംഗ് ആണ് നമുക്ക് പറയാനുള്ളത്. സോ എക്സൈറ്റേഷൻ കഴിഞ്ഞു, കാൽഷ്യം റിലീസ് ആയി, ഇനി കാൽഷ്യം കൺട്രാക്ഷൻ കപ്ലിംഗ്. ഇനി നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുക. സോ റിലീസ് ചെയ്ത കാൽഷ്യം ഇനി എന്ത് ചെയ്യും? കാൽഷ്യം ആക്റ്റിൻ ഫിലമെന്റ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ആക്റ്റിൻ ഫിലമെന്റ് ആണ്. അതിന്റെ പുറത്ത്
മയോസിൻ ഫിലമെന്റ് ഉണ്ട്, അതിന്റെ പുറത്ത് ആരായിരുന്നു, ട്രോപ്പോണിൻ എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കാൽഷ്യം വന്നിട്ട് ഈ ട്രോപ്പോണിന് പല ഭാഗങ്ങളുണ്ട്, അതിൽ സിയിൽ വന്ന് ഒട്ടിച്ചേരുന്നു. കാൽഷ്യം ഒട്ടിച്ചേരുമ്പോൾ ഈ സംഭവം ഇങ്ങനെ തുറന്നു വരും. അപ്പോഴത്തേക്കും ഈ ട്രോപ്പോമയോസിൻ അതിൽ നിന്ന് വിട്ടുപോകും. സോ ആക്ടിൻ ഇപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആർക്ക് കാണാൻ പറ്റും, തൊട്ടടിയിൽ നിൽക്കുന്ന, ഇങ്ങനെ വരയ്ക്കുക, തൊട്ടടിയിൽ നിൽക്കുന്ന മയോസിന് ഇപ്പൊ ആക്ടിനിൽ ഒട്ടിച്ചേരാനുള്ള ഭാഗം എക്സ്പോസ്ഡ് ആയി. സോ മയോസിന് ഒട്ടിച്ചേരാനുള്ള ഭാഗം ആക്ടിനിൽ എക്സ്പോസ്ഡ് ആവുന്ന സ്റ്റെപ്പാണ് കാൽഷ്യം മൂലം സംഭവിച്ചത്. സോ അപ്പൊ നമുക്ക് അഞ്ചാമത്തെ പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് എഴുതാം. കാൽഷ്യം ബൈൻഡ്സ് വിത്ത് ആരാണ്, ട്രോപ്പോണിൻ എഴുതുക, ട്രോപ്പോണിൻ സി. കൺഫർമേഷണൽ ചേഞ്ചസ് ഒക്കേഴ്സ് ഉണ്ടായി. ആർക്കൊക്കെ ഉണ്ടായി, ട്രോപ്പോണിൻ സിക്ക് ഉണ്ടായി, ട്രോപ്പോമയോസിൻ ഉണ്ടായി എന്ന് എഴുതാം. നമുക്ക് രണ്ടുപേർക്കും കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടായി. ഇപ്പൊ എന്ത് പറ്റി, മയോസിൻ ബൈൻഡിങ് സൈറ്റ് എവിടെയാണുള്ളത്, ഓൺ ആക്ടിൻ ഫിലമെന്റ് പുറത്തുള്ളത്, ഈസ് എക്സ്പോസ്ഡ് നൗ, തുറന്നു കാട്ടപ്പെട്ടു. സോ എക്സൈറ്റേഷൻ, കൺട്രാക്ഷൻ, കപ്ലിംഗ്, അതിന്റെ കീഴിൽ നമ്മൾ 5 പോയിന്റ് പറഞ്ഞു. ഇനി അടുത്ത ഹെഡിങ് എഴുതി വെച്ചോ. അടുത്ത ഹെഡിങ് നമുക്ക് കൊടുക്കാവുന്നത് സ്ലൈഡിംഗ് ഫിലമെന്റ് മെക്കാനിസം എന്നോ തിയറി എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ഇനിയുള്ള പോയിന്റ് എല്ലാം ഇതിന്റെ കീഴിലാണ് വരിക. ഓക്കെ, സോ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പോയിന്റ് ഞാൻ പറയുമ്പോൾ അത് മാത്രം എഴുതുക. സോ ഇത് ഹക്സ്ലി കൊണ്ടുവന്ന തിയറിയാന്ന് ഞാൻ പറഞ്ഞു. സോ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയാണ് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി. ക്രോസ് ബ്രിഡ്ജ് തിയറി എന്നും പറഞ്ഞു. സോ നമുക്ക് ഇതൊരു സൈക്കിളാണ്. സോ ഈ സൈക്കിൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാവുന്നത്, നമുക്ക് ആദ്യം മയോസിൻ ആണ് കാണുന്നത്. മയോസിൻ നമ്മൾ വരയ്ക്കുക, ഇങ്ങനെയാണ് മയോസിൻ വരയ്ക്കുക. മയോസിന്റെ ഇത് ഹെവി ചെയിൻ ആണ്, ഇത് ലൈറ്റ് ചെയിൻ ആണ്. ലൈറ്റ് ചെയിനിൽ ഇവിടെ ATP പിടിക്കാനുള്ള സൈറ്റ് ഉണ്ട്, ATP ആക്ടിനിൽ ഒട്ടിച്ചേരാനുള്ള സൈറ്റ്. ഓക്കെ, ഇത് ആക്ടിൻ, ഇത് ATP. സോ അപ്പോൾ മയോസിനിൽ നമുക്ക് നോക്കാം. മയോസിൻ നമ്മൾ കാണുമ്പോഴത്തേക്കും മയോസിനിൽ ഇപ്പൊ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുക. ഓക്കെ, മയോസിന്റെ പുറത്ത് ഇപ്പൊ ATP ഉണ്ട്, ഇതാണ് സിറ്റുവേഷൻ. സോ മയോസിന്റെ പുറത്ത് ATP ഇരിക്കുന്നതുകൊണ്ട് മയോസിൻ ഭാരത്താൽ ATP തലകുനിച്ചിരിക്കുകയാണ്. ATP ഒരു 45 ഡിഗ്രീസിൽ തലകുനിഞ്ഞിരിക്കുകയാണ്, ചെരിഞ്ഞിരിക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റേജ്, ഈ സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. ഡിറ്റാച്ച്ഡ് സ്റ്റേജ്, ഓർ നമുക്ക് വേണമെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്നും വിളിക്കും. ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡിറ്റാച്ച് സ്റ്റേജ് ഓർ ഇനാക്റ്റീവ് സ്റ്റേജിലാണ്. സോ നമുക്ക് പോയിന്റ് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എഴുതാവുന്നത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്നൊക്കെയുള്ള ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ഹെഡിങ്, ഇനാക്റ്റീവ് സ്റ്റേജ്, ഡിറ്റാച്ച് സ്റ്റേജ്. സോ ദിസ് ഇസ് പോയിന്റ് നമ്പർ 6 ആണ്. സോ പോയിന്റ് നമ്പർ 6 ഈസ് ATP ഈസ് അറ്റാച്ച്ഡ് ടു എവിടെയാണ്, മയോസിന്റെ ലൈറ്റ് ചെയിൻ, അല്ലെങ്കിൽ മയോസിൻ ഹെഡ് എന്ന് എഴുതിയാൽ മതി. മയോസിൻ ഹെഡ്. സോ മയോസിൻ ബൗണ്ട് ATP ഈസ് ഇൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് എഴുതുക, or in hinged state. ATP bound myosin is in hinged state. Hinged എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഹിഞ്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലകുനിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ കൂനൻ എന്നാണ് അർത്ഥം. ഹിഞ്ച് എന്ന് പറയും. ഓക്കെ, ഒരു 45 ഡിഗ്രി ആണെന്ന് കൂടി എഴുതിയാൽ ഓക്കെ, പക്കയായി. സോ ഇത്ര എഴുതിയാൽ മതി. സോ 6 സ്റ്റേജിൽ ഡിറ്റാച്ച് സ്റ്റേജ് ആണ്, ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. ATP is attached to now myosin head and ATP bound myosin is in hinged state. മതി. സോ അടുത്ത സ്റ്റേറ്റിനെ നമുക്ക് എനർജൈസ്ഡ് സ്റ്റേറ്റ്. സോ 7 ആണ് പോയിന്റ്. നമുക്ക് പിന്നെ എഴുതാം, എങ്കിലും ഹെഡിങ് ഞാൻ എഴുതിയേക്കാം എനർജൈസ്ഡ് സ്റ്റേറ്റ് എന്നോ, അല്ലെങ്കിൽ ATP ഹൈഡ്രോളിസിസ് സ്റ്റേജ് എന്നോ, അല്ലെങ്കിൽ ഈവൻ റെസ്റ്റിംഗ് സ്റ്റേജ് എന്നോ പറയാം. സോ റെസ്റ്റിംഗ് സ്റ്റേജിൽ എനർജൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക, റെസ്റ്റിംഗ് സ്റ്റേജ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ATP, ഇപ്പൊ ഇതിന്റെ പുറത്തിരുന്ന ATP ഇത് ഇങ്ങനെയാവുകയാണ്. ഈ ATP ഹൈഡ്രോളിസിസ് നടന്നു. ATP ഹൈഡ്രോളിസിസ് നടന്നാൽ എന്ത് സംഭവിക്കും, ATP പോയി കഴിഞ്ഞാൽ ADP ആകും, പ്ലസ് 1 ഫോസ്ഫേറ്റ്, ഒരു ഫോസ്ഫേറ്റ്. പക്ഷെ സ്റ്റിൽ ADP അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഈസ് ഇൻ 90 ഡിഗ്രിയിലായി, ഒരു 90 ഡിഗ്രിയിലേക്ക് വന്നു. ഹെഡ് ഓഫ് മയോസിൻ ഈസ് ഇൻ നൗ കോക്ഡ് പൊസിഷൻ എന്നാണ് വിളിക്കുക. കോക്ഡ്, COCKD, കോക്ഡ് പൊസിഷൻ എന്നാണ് വിളിക്കുക. സോ മയോസിൻ ഹെഡിന് ATPയെ തന്നെ ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് പറ്റും, പുറത്തുനിന്ന് ആരും സഹായം ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയാം. സോ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എനർജൈസ്ഡ് ആണ്. സോ അപ്പൊ നമുക്ക് പോയിന്റ് എഴുതാം. പോയിന്റ് എഴുതാവുന്നത് ഹെഡിങ് ഞാൻ പറഞ്ഞു, എനർജൈസ്ഡ് എന്നോ ATP ഹൈഡ്രോളിസ് എന്നോ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്നോ എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ATP ഈസ് ഹൈഡ്രോളൈസ്ഡ്. ATP ഈസ് ഹൈഡ്രോളൈസ്ഡ്. ATP ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതുക, ATP എന്ന് എഴുതുക. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, പ്ലസ് ഫോസ്ഫേറ്റ് അവിടെ നിന്ന് പോകും. ആൻഡ് ADP മയോസിൻ ഹെഡിൽ ഇപ്പൊ ആരുണ്ട്, ADP ബൗണ്ട് മയോസിൻ. ADP ബൗണ്ട് മയോസിൻ ആണ് ഇൻ 90 ഡിഗ്രിയിലായി. ഓക്കെ, മയോസിൻ ഈസ് നൗ ഇൻ കോക്ഡ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെയുള്ള പൊസിഷൻ ആൻഡ് ഒന്നും കൂടി എഴുതാനുള്ളത് ഞാൻ പറഞ്ഞില്ല, ഈസ് റെഡി ടു
attach with whom, attach with actin. So ഇത്ര എഴുതിയാൽ മതി. സോ ഇതാണ് നമ്മുടെ പോയിന്റ്. ഇപ്പോൾ എക്സ്പ്ലനേഷൻ ഇതാണ്. ഇവിടെ മുകളിലിപ്പോൾ ആരുണ്ട്? ആക്ടിൻ ഇവിടെ ഇരിപ്പുണ്ട്. മയോസിന്റെ മുകളിലാണ് ആക്ടിൻ, താഴെയുണ്ട്. സോ താഴെയുള്ളത് ഇങ്ങനെയുള്ളത്, ഇവിടെ ഉള്ളത്, ഇവിടെയും ആക്ടിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പുറത്ത് ഇങ്ങനെ ഒരു പോകുന്നുണ്ടെങ്കിൽ അവിടെയും ഉണ്ട് കേട്ടോ. സോ ഇവിടെയും ആക്ടിൻ ഉണ്ട്. ഒരെണ്ണം മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ എന്ന് മാത്രം. സോ പോയിന്റ് ഇത്ര മതി. ഇത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഇപ്പൊ എന്ത് പറ്റിയിട്ടുണ്ട്? നേരത്തെ നമ്മൾ കണ്ട കാൽഷ്യം വന്ന് ഇവിടെ ഫ്രീ ആയി. കാൽഷ്യം വന്ന് ഒട്ടിപ്പിടിച്ച് ട്രോപ്പോണിൻ പോയി, ട്രോപ്പോമയോസിൻ പോയി. ആക്ടിനിൽ ഇവിടെ ATP ഒട്ടിച്ചേരാനുള്ള ഭാഗം ക്ലിയർ ആണ്, നേർക്ക് നേർ കാണാം. എനിക്ക് ഒട്ടിച്ചേരാനുള്ള സ്ഥലം അതാ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ മയോസിനെയാണ് നമുക്ക് ഈ സ്റ്റേജിൽ കാണുക. സോ എഴുത്ത് ഇത്ര മതി. ഇവിടെ ഞാൻ പറയാൻ വിട്ട ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മയോസിന്റെ ഹെഡ് ഒന്ന് ചെറുതായിട്ട് ടേൺ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ടേൺ കൂടി ചെയ്തിട്ട് ആക്ടിനിൽ ഒട്ടിച്ചേരാനായിട്ടുള്ള ഭാഗമായിട്ടിരിക്കുന്ന സംഭവം കൂടി ഈ സമയത്ത് നടക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അതും കൂടി ചേർക്കുക. റൊട്ടേറ്റ്സ് എന്ന് കൂടി ചേർത്താൽ മതി. മയോസിൻ 90 ഡിഗ്രി ആൻഡ് റൊട്ടേറ്റ്സ് ടുവേർഡ്സ് എന്ന് എഴുതിയാൽ മതി. പിന്നെ എട്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ വിളിക്കുക ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്നാണ്. 8 പോയിന്റ് നമ്പർ 8 ആണ്. അത് ഞാൻ പറയാം. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്നാണ് ഹെഡിങ് വേണേ എഴുതി വെച്ചോ. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. സോ ഈ സ്റ്റേജിൽ സംഭവിക്കാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ എക്സ്പോസ്ഡ് ആയി. കാൽഷ്യം വന്നു, ട്രോപ്പോമയോസിൻ പോയി, എല്ലാം പോയി എക്സ്പോസ്ഡ് ആയി. അപ്പോ ഇത് അവിടെ വരയ്ക്കുക. ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ പുറത്ത് ADP ഇപ്പോഴും ഉണ്ട് കേട്ടോ. ADP ബൗണ്ട് ആണ് ഇപ്പോഴും. അത് ഇവിടെയുള്ള ആക്ടിൻ, ഇത് ആക്ടിന്റെ ഇവിടെ പിടിച്ചിരിക്കുകയാണ്. ആക്ടിന്റെ ഇവിടെ ഈ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. ഒരു ചെറിയ ഇൻവാജിനേഷൻ ആണ്. അവിടെ പോയി ഈ സംഭവം ഒട്ടിച്ചേർന്നു. സോ ഒട്ടിച്ചേരുന്നതിനാണ് നമ്മൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്ന് പറയാം. സോ സ്റ്റിൽ ADP ഈസ് ദർ. അപ്പൊ നമുക്ക് പോയിന്റ് എഴുതാം. ഹെഡിങ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ആണ്. സോ നൗ മയോസിൻ ലൈറ്റ് ചെയിൻ, മയോസിൻ ഹെഡ് എന്ന് എഴുതിയാൽ മതി. മയോസിൻ ഹെഡ് ക്രോസ് ലിങ്ക് വിത്ത് ആരാണ്? ആക്ടിൻ അല്ലെ. ആക്ടിന്റെ എവിടെയാണ്? ആക്ടിന്റെ മയോസിൻ ബൈൻഡിങ് സൈറ്റിലാണ്. വിത്ത് മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആക്ടിനിലെ മയോസിൻ ഒട്ടിച്ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്ന് പറയും. ഇതാണ് നമുക്ക് എട്ടാമത്തെ പോയിന്റ്. അത്രേ ഉള്ളൂ നമുക്ക് എഴുതാനായിട്ട്. അടുത്ത സ്റ്റേജ് 9ാമത്തെ സ്റ്റേജ് ആണ് കേട്ടോ. 9ാമത്തെ സ്റ്റേജിനെ നമ്മൾ വിളിക്കുക പവർ സ്ട്രോക്ക് എന്നാണ് വിളിക്കുക. ഇവിടെ മയോസിൻ ഹെഡിലെ ATP കൂടി വിട്ടുപോകും. സോ ദിസ് ADP മയോസിൻ ഹെഡ് വീണ്ടും വരയ്ക്കുകയാണ്. മയോസിൻ ഹെഡ് ഇങ്ങനെ വരച്ചു. അതിൽ മയോസിൻ ഹെഡ് മാത്രമേ ഉള്ളൂ. ADP താഴെ കിടക്കുന്നു. ADP നൗ എന്താ പറയാ, വിട്ടുപോയിരിക്കുന്നു. ഓക്കെ. സോ അപ്പോൾ ഒരു കെമിക്കൽ എനർജി കിട്ടുന്നുണ്ട്. ഈ കെമിക്കൽ എനർജിയാണ് നമ്മൾ ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് യൂസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് കാണിച്ച് പറഞ്ഞു തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എഴുതി അതൊരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണും അതിന്റെ. സോ മയോസിൻ ഇപ്പൊ ഇവിടെയാണ് ഒട്ടിച്ചേർന്നിരിക്കുന്നത് കരുതുക. ഇവിടെ തന്നെ ഒട്ടിച്ചേർന്നിരിക്കുന്നത്. ADP അങ്ങ് വിട്ടു പോകുമ്പോഴത്തേക്കും ഇത് ഇവിടെ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകും. സോ അടുത്ത സ്റ്റേജിലും ഇതേപോലെ കാൽഷ്യം ഒക്കെ വന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങോട്ടേക്ക് ഒരു തള്ളു തള്ളുന്നുണ്ട്. സോ ദിസ് മൂവ്സ് ദിസ്. അപ്പൊ ആക്ടിൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്. സോ ഇപ്പുറത്തുണ്ട് ആക്ടിൻ, അതിനെ ഇപ്പുറത്തെ മയോസിൻ ഇപ്പുറത്തേക്കും തള്ളുന്നുണ്ട്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു തള്ള്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു തള്ള്. ഇതാണ് ശരിക്കും നടക്കുക. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് വരച്ച് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും മനസ്സിലാക്കി വെക്കുക. സോ ആക്ടിൻ ഈസ് നൗ പുഷ് ടുവേർഡ്സ് സെന്റർ ആൻഡ് മയോസിൻ ഈസ് നൗ അറ്റാച്ച് ടു അനദർ സൈറ്റ് ഓഫ് ആക്ടിൻ. ആക്ടിന്റെ മറ്റൊരു സൈറ്റിൽ ഒട്ടിച്ചേരാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കും ഇരിക്കുക. സോ ആ സൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കുകയും ഈ സൈറ്റിൽ വന്ന് പിടിക്കുകയും ചെയ്യും. സോ അപ്പൊ എന്താ സംഭവിക്കുക? ആക്ടിൻ ഈസ് സ്ലൈഡിങ് ഓവർ മയോസിന്റെ പുറത്ത് ആക്ടിൻ സ്ലൈഡ് ചെയ്യുന്നു എന്ന് പറയും. അല്ലെങ്കിൽ മയോസിന് ഇപ്പൊ 2 കൈ ഉണ്ടെന്ന് വിചാരിക്കുക. 2 കൈയും പിടിച്ചിട്ട് അപ്പുറവും പിടിച്ചിട്ട് തള്ളി ആക്ടിനെ മുന്നോട്ടാക്കി എന്നും വേണമെങ്കിൽ നമുക്കതിനെ പറയാനായിട്ട് പറ്റും. സോ പവർ സ്ട്രോക്ക് 9 നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡിങ് പവർ സ്ട്രോക്ക് ആണ്. സോ ADP ഈസ് റിലീസ്ഡ്. ADP റിലീസ് ചെയ്തു എന്ന് നമുക്ക് എഴുതാം. എവിടെ നിന്നാണ്? മയോസിൻ ഹെഡിൽ നിന്ന് ADP റിലീസ് ചെയ്തു. ആൻഡ് ദിസ് ADP റിലീസ് ഫ്രം മയോസിൻ pushes actin towards center എന്ന് വെച്ചാൽ ആരെയാണ്? സാർക്കോമിയറിന്റെ സെന്ററിലേക്കാണ് അല്ലെങ്കിൽ H സോണിലേക്കാണ് എന്ന് പറയാം. towards the center of sarcomere or H zone. Here നമുക്കപ്പോൾ എഴുതാവുന്നത് here chemical energy is converted into mechanical energy. So it is called power stroke. കാര്യം ഇത്ര എഴുതിയാൽ മതി. പക്ഷെ അതൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും ആക്ടിൻ മയോസിനായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്ടിൻ ഇപ്പോഴും മയോസിനിൽ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ദിസ് ഈസ് നൗ റിജിഡും കൂടിയാണ്. അങ്ങ് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് എന്നുകൂടി മനസ്സിലാക്കും. ഓക്കെ. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുക? ഇനി ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേജ് ആണ്. പറഞ്ഞ സ്റ്റേജ് മീൻസ് ഇപ്പൊ ഇനി സംഭവിക്കുക ATP നൗ കംസ്. ഇവിടെ ATP വരും. ATP ബൈൻഡ്സ് ടു മയോസിൻ ഹെഡ്. ATP മയോസിൻ ഹെഡിൽ വന്ന് ഒട്ടിച്ചേരുന്നു. ATP മയോസിൻ ഹെഡിൽ ഒട്ടിച്ചേരുമ്പോൾ എന്ത് പറ്റും? സോ മയോസിൻ ഇങ്ങനെ ഇരുന്നത് വീണ്ടും ഹിഞ്ചിലായി
വായിക്കാവുന്നു. ഇവിടെ ATP വന്നിരിക്കുന്നു. സോ അപ്പോൾ എന്ത് പറ്റും? ഇത് ആക്റ്റിൻ ആണെങ്കിൽ മയോസിന്റെ തല കുനിഞ്ഞു വെച്ചാൽ ഒട്ടിച്ചേരൽ പോയി. അദ്ദേഹം ഒട്ടിച്ചേരൽ മാറി ഡിറ്റാച്ച്ഡ് സ്റ്റേറ്റ് ആയി എന്ന് പറയാം. സോ ഡിറ്റാച്ച്ഡ് സ്റ്റേറ്റ്. വീണ്ടും കൂനനായി, വീണ്ടും 45 ഡിഗ്രിയിലേക്ക് വന്നു, തല താഴ്ത്തിയിരിക്കുന്നു. ഓക്കെ, ഇതാണ് 10ാമത്തെ സ്റ്റേജ്. 10ാമത്തെ സ്റ്റേജിൽ ATP ഈസ് നൗ കമ്മിങ്. ATP കം ആൻഡ് ബൗണ്ട് ടു മയോസിൻ ഹെഡ് നൗ അഗെയിൻ ബാക്ക് ടു ഹിഞ്ച്ഡ് സ്റ്റേറ്റിലേക്ക് മാറി എന്ന് എഴുതാം. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ബാക്ക് ടു സ്റ്റേജ് 1. അപ്പൊ ലാസ്റ്റ് പോയിന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, ATP ബൈൻഡ്സ് ടു മയോസിൻ ഹെഡ്. അപ്പൊ ഇത് എഴുതാനായിട്ട് ATP ബൈൻഡ് ടു മയോസിൻ ഹെഡ്, മയോസിൻ ഡിറ്റാച്ചസ് ഫ്രം ആക്ടിൻ ആൻഡ് ബാക്ക് ഇൻ ടു ഹിഞ്ച് സ്റ്റേറ്റ് എന്ന് നമുക്ക് എഴുതാം. ഓർ സ്റ്റേജ് 1. ഓക്കെ, ഡിറ്റാച്ച് സ്റ്റേറ്റ് ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഏതോ 6ാമത്തെ പോയിന്റ് ആയിരിക്കും മിക്കവാറും ഇത്. ഓക്കെ, ആൻഡ് ദിസ് സൈക്കിൾ കണ്ടിന്യൂസ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇതാണ് മസിൽ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത് ഇത് മയോസിൻ ആണെങ്കിൽ, ഇത് ആക്ടിൻ ആയിരുന്നെങ്കിൽ, ഇത് ആക്ടിൻ ആണെങ്കിൽ ആക്ടിനെ പിടിച്ച് തള്ളി ഇങ്ങോട്ടേക്ക് നീക്കി, ഇവിടെയും ആക്ടിൻ ഇങ്ങോട്ട് നീങ്ങി, ഇവിടെയും ആക്ടിൻ ഇങ്ങോട്ട് നീങ്ങി. ബിക്കോസ് ഓഫ് ദിസ് മയോസിൻ ആക്ടിൻ ഇപ്പോൾ H സോണിൽ അടുത്തെത്തി. അപ്പൊ ഇത് ഇവിടത്തേക്ക് എത്തി. സോ ആക്ടിൻ ഇങ്ങോട്ടേക്ക് നീങ്ങി, ആരുടെയും നീളം കുറഞ്ഞിട്ടില്ല. സോ മസിൽ ഈസ് നൗ കൺട്രാക്ട്. മസിൽ ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ മസിൽ കൺട്രാക്ഷൻ ആയി. ഇനി മസിൽ എങ്ങനെ റിലാക്സ് ചെയ്തു എന്ന് കൂടി ഒന്ന് പറയണം. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് ഞാൻ പറയാം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ തുടർച്ചയായിട്ട് മസിൽ കൺട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. കുറെ മസിൽസ് കൺട്രാക്റ്റഡ് ആയിരിക്കും, കുറെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളുടെ ഒരു നോർമൽ ബേസിക് മസിൽ ടോൺ ഒക്കെ ഉള്ളത്. നമുക്ക് ഇങ്ങനെ നിൽക്കാനൊക്കെ പറ്റുന്നത് ഈ മസിൽ ടോൺ ഉള്ളത് കൊണ്ടാണ്. നമ്മളിങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ വീണ് പോകാൻ, മസിൽസ് ഇങ്ങനെ ഫ്ലാബി അല്ലെങ്കിൽ എന്താ പറയാ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, സോ certain muscles are being in contracted state, certain muscles are in relaxed state. So this is called as the tone of the muscle, tone of skeletal muscle എന്നാണ് ഇതിന് പറയാം. സോ ഇതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കണ്ടത് മസിൽ കൺട്രാക്ട് ചെയ്യാൻ ATP വേണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മസിൽ റിലാക്സ് ചെയ്യാനോ ആ മയോസിൻ ഹെഡിൽ വന്ന് ATP പിടിക്കുമ്പോഴാണ് ആക്ടിനിൽ നിന്ന് വിട്ടുപോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിനും മയോസിനും തമ്മിലുള്ള കണക്ഷൻ വിച്ഛേദിക്കാനും ആര് വേണം? ATP വേണം. അവിടെയും എനർജി വേണം. സപ്പോസ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുമ്പോൾ അയാളുടെ ATP പ്രൊഡക്ഷൻ ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുക? മസിൽസ് വിൽ ബി ഇൻ കൺട്രാക്റ്റഡ് സ്റ്റേജിലായിരിക്കും. ഇതിനാണ് നമ്മൾ റിഗർ മോർട്ടിസ് എന്ന് പറയും. ഓക്കെ, സോ മരിക്കുമ്പോൾ ATP നിൽക്കുന്നു. ATP വന്നാലാണ് മയോസിൻ ആക്ടിനും പിരിഞ്ഞു പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ്. മരിച്ച ആളുടെ ശരീരം ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന അതുകൊണ്ടായിരിക്കും റിഗർ മോർട്ടിസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് റിലാക്സേഷൻ ആണ് പറയേണ്ടത്. റിലാക്സേഷൻ പറയാൻ സുഖമാണ്. ഇത് മസിലാണ്. ഇത് ഞാൻ താഴ്ത്തു വരയ്ക്കാം. T ട്യൂബിൽ തൽക്കാലം താഴ്ത്തു വരച്ചു. ഇത് T ട്യൂബിൾ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് അസറ്റൈൽകോളിൻ റിലീസ് ചെയ്തുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. സോ അസറ്റൈൽകോളിൻ ഇവിടെ വന്ന് ആക്ട് ചെയ്ത് സംഭവങ്ങളൊക്കെ നടന്നു. സോ അസറ്റൈൽകോളിൻ വന്നതിന് എന്ത് സംഭവിക്കുന്നു? അസറ്റൈൽകോളിൻ ഈസ് നൗ സ്പ്ലിറ്റ് ഇൻ ടു അസറ്റേറ്റ് ഓർ കോളിനുമായിട്ട് മാറും. ഇത് രണ്ടായിട്ട് മാറുന്നു. സോ കോളിൻ ഈസ് ടേക്കൺ ബാക്ക്. ഇത് നമുക്ക് വേറെ ഏതെങ്കിലും സൈക്കിളൊക്കെ ഉപയോഗിക്കാം. സോ ഡിസ്ട്രക്ഷൻ ബൈ ആരാണ്? കോളിൻ എസ്റ്ററൈസസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇത് നശിപ്പിക്കുക. സോ ദിസ് ഹാപ്പൻസ് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് മില്ലി സെക്കൻഡകം ഇത് സംഭവിക്കും. അസറ്റൈൽകോളിൻ റിലീസ് ചെയ്യുന്ന അപ്പം തന്നെ തട്ടിക്കളയും അസറ്റൈൽകോളിൻ. ഓക്കെ, സോ ദർ ഷുഡ് ബി കണ്ടിന്യൂസ് റിലീസ് ഓഫ് അസറ്റൈൽകോളിൻ. സോ അസറ്റൈൽകോളിൻ നിന്ന് കഴിഞ്ഞാൽ സോഡിയം അകത്തേക്ക് കയറുന്നു നിൽക്കുന്നു. സോഡിയം അകത്തേക്ക് കഴിഞ്ഞാൽ കാൽഷ്യം അകത്തേക്ക് കയറുന്നു നിൽക്കുന്നു. കാൽഷ്യം അകത്തേക്ക് കുറഞ്ഞാൽ കാൽഷ്യം റിലീസ് കുറയുന്നു. കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മയോസിനും ആക്ടിനും കാണാത്ത മാതിരി അങ്ങനെയാണ്. സോ ദർ ബി നോ കൺട്രാക്ഷൻ. ഓക്കെ, ഇനി കാൽഷ്യം എങ്ങനെ ഈ വന്ന കാൽഷ്യം പുറത്തേക്ക്, സോ ഇത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കിക്കർ ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേര് സെർക്ക എന്നാണ്. സെർക്ക മീൻസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാൽഷ്യം ATPase എന്ന് പറയാം. സോ അവിടെയും എനർജി വേണം. ATP ഉപയോഗിച്ചിട്ട് കാൽഷ്യത്തെ വീണ്ടും ഉള്ളിലേക്ക് തള്ളിക്കുന്നു. സോ കാൽഷ്യം നമ്മൾ ഒരു സെല്ലിനകത്തും വെറുതെ നടക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാൽഷ്യം വളരെ 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 കുറവാണ്. ഇവിടെയും കുറവാണ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും നമ്മൾ സോഡിയം 143 മില്ലിമോൾസ് എന്നൊക്കെ പറയുമ്പോൾ കാൽഷ്യം 2.5 എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. അതും മില്ലിമോൾസിലൊക്കെയാണ് നമ്മൾ പറയാം അല്ലെ. വളരെ കുറഞ്ഞ എമൗണ്ട് ആണ്. സോ കാൽഷ്യം ഒരിക്കലും വെറുതെ പുറത്തേക്ക് എടുത്തില്ല എന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ടേക്കൺ ബാക്ക് ബൈ സെർക്ക. അങ്ങനെയും കാൽഷ്യത്തിന്റെ ആക്ഷൻ അവിടെ നിലയ്ക്കും. ഇനി ഞാൻ ജസ്റ്റ് ഒരു അഡീഷണൽ പോയിന്റ്, അത് അടുത്ത വർഷത്തേക്കുള്ളതാണ്. ഇനി നമ്മൾ മസിലിനെ റിലാക്സ് ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഡ്രഗുകൾ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ, ഒന്ന് സ്പൈനൽ കോഡിൽ ഉപയോഗിക്കാം, ബ്രെയിനിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗുകളെ നമ്മൾ സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസ് എന്ന് പറയും. ഇവിടെ നമുക്ക് അസറ്റൈൽകോളിൻ റിസപ്റ്ററായിട്ട് ബൈൻഡിങ് തടയാം. സോ അങ്ങനെയുള്ള മരുന്നുകൾ, ഉദാഹരണത്തിന് D2-ബുക്കുരാരിൻ, സക്സിനൽകോളിൻ ലൈക്ക് ഡ്രഗ്സ്, അതിനെ നമുക്ക് പെരിഫറലി ആക്ടിങ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ റയനോഡിൻ റിസപ്റ്ററിനെ തടയാം, ഡാൻ
ലാൻഡ്രോലിൻ പോലെയുള്ള മരുന്നുകൾ അവിടെയാണ് വർക്ക് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.